ഹലോ കൂട്ടുകാരെ, നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഓരോ ചൈനീസ് ബോൾസ് നട്ട് വളർത്തി അതിൻ്റെ പൂക്കളൊക്കെ കാണാൻ എന്ത് രസമാണെന്നറിയാമോ? എന്നും പൂക്കൾ തരുന്നതായിരുന്നു ഈ ചൈനീസ് ബോൾസും. നാടനാണ് നമ്മുടെ നാടുകളിൽ നാടൻ ഏറ്റവും കൂടുതലുണ്ടാവും. കാരണം ഹൈബ്രിഡ് നമുക്ക് എത്ര ഞാൻ വെച്ചിട്ടും പിടിക്കുന്നില്ല. ഒരു തണ്ട് ഞാൻ വെച്ച് അങ്ങോട്ട് വയ്ക്കും, അത് വളർന്നു വരും, പെട്ടെന്ന് അതങ്ങ് നശിച്ചു പോകും. എന്നാലും എനിക്ക് 3-4 കളറുണ്ട്. ഞാൻ മേടിച്ച് മടുത്ത് അവസാനം ഞാൻ വിചാരിച്ചു നാടൻ മാത്രം മതി. ഒരു 5-6 കളറോളം ഉള്ളായിരുന്നു എനിക്ക് നാടൻ. എന്നിട്ട് ഇപ്പോഴെനിക്ക് ഒത്തിരി കളറായി. കാരണം അതിൽ നിന്ന് വിത്ത് കിട്ടും. ആ വിത്തെടുത്ത് ഞാൻ നട്ടുപിടിപ്പിച്ച് ആ വിത്തെല്ലാം വളർന്ന് നല്ല പൂക്കൾ. നമ്മുടെ മദർ പ്ലാന്റിൻ്റെ കളറല്ലായിരിക്കും, അതിലും വേറെ കളറായിരിക്കും. അങ്ങനെ ഒത്തിരി കളർ എനിക്ക് അങ്ങനെ കിട്ടി. നമ്മൾ കമ്പ് നട്ട് കിളിപ്പിക്കുന്നതിനേക്കാളും നല്ലത് ഈ തൈ നടുമ്പോഴുണ്ടല്ലോ, നല്ല ബ്രാഞ്ചോട് കൂടിയാണ് കിളുത്ത് വരുന്നത്. കട്ടിങ്ങിനേക്കാൾ ഏറ്റവും കൂടുതലായിട്ട് നല്ല ബ്രാഞ്ചോട് കൂടി വളർന്ന് വലുതായി വരും. നമ്മൾ ഒരു കൂട്ടുകാർ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിലോ ആരുടെയെങ്കിലുമൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ ചൈനീസ് ബോൾസം കാണുമ്പോൾ അതിൻ്റെ ഒരു തണ്ട് മേടിച്ചാൽ മതി. അത് കൊണ്ടുവന്നിട്ട് നമ്മൾ വെള്ളത്തിലോ മണലിലോ ഗംസാൻഡിലോ ഒക്കെ ഇട്ട്, വെള്ളത്തിലൊക്കെ ഇട്ടാൽ പെട്ടെന്ന് വേര് പിടിക്കും. ഞാൻ വെള്ളത്തിലിട്ടതും ഗംസാൻഡിൽ വെച്ചതൊക്കെ വേര് പിടിപ്പിച്ചതൊക്കെ ഫോട്ടോ ഞാൻ കാണിക്കാം. അതിലുണ്ട്, പെട്ടെന്നാണ് വേര് പിടിക്കുന്നത്. വേര് പിടിച്ച് നമുക്കത് പിന്നെ വളവും മണ്ണും ഒക്കെ ചേർത്ത് നടാം. പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളെന്നും രാവിലെ വന്ന് അവരെ ഒന്ന് നോക്കുകയും അവരുടെ ആ പൂക്കളൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷവും. ഞാനാണെങ്കിൽ എന്നും രാവിലെ വരും, വന്ന് നോക്കും. ഏതെങ്കിലും ഒരെണ്ണം പൂവിട്ടോ എന്നും പറഞ്ഞ് നോക്കി നിൽക്കും. അങ്ങനെ എല്ലാം പൂത്ത് നിൽക്കുന്നത് കാണാൻ എന്ത് രസമാണെന്നറിയാമോ? നമ്മുടെ മുറ്റത്തൊക്കെ നമ്മൾ ഒരെണ്ണം വെച്ചാൽ മതി, ഒരെണ്ണം മതി. അതിൽ നിന്ന് നമുക്ക് അതിൻ്റെ കട്ടിങ് എടുത്ത് വെള്ളത്തിലിട്ട് വേര് പിടിപ്പിച്ച്, പലരും പറയും വെള്ളത്തിലിട്ട് അത് ചീഞ്ഞു പോകും. പക്ഷേ ഞാൻ വെള്ളത്തിൽ കുപ്പിയിലെല്ലാം ഇട്ട് അതിലെല്ലാം പൂക്കളായി നിൽക്കുക. ഒരു കുഴപ്പമില്ല. ഒരാഴ്ചക്കകം വേര് പിടിച്ച് കിട്ടും. അതുപോലെ നിങ്ങളെല്ലാം ഒന്ന് ചെയ്ത് നോക്കി. ഒരെണ്ണം മതി, അതെന്നും പൂക്കൾ തരും നമുക്ക്. നല്ല കളറോട് കൂടി നിൽക്കുന്നതാണ്. പിന്നെ ഹൈബ്രിഡിൻ്റെ അത്ര വലിപ്പമില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഹൈബ്രിഡ് നമ്മൾ എത്ര പിടിപ്പിച്ചിട്ടും പിടിക്കുന്നില്ല. ഞാനാണെങ്കിൽ ഒരു യൂട്യൂബ് വീഡിയോ കണ്ട് അതിൻ്റെ ഇലയെടുത്ത് നട്ട്, അങ്ങനെ എനിക്ക് വേരൊക്കെ പിടിച്ചു, നല്ലതുപോലെ വേര് പിടിച്ചിട്ട് പക്ഷേ അത് ഒരു തൈയായിട്ട് മാറുന്നില്ല. ഞാൻ പിന്നെ അതെടുത്ത് വീണ്ടും വെച്ച് നോക്കി, പക്ഷേ ഇല്ല, അതതുപോലെ അങ്ങ് പോയി. പിന്നെ ഞാൻ മേടിച്ച് മടുത്ത് ഈ ഹൈബ്രിഡ് ബോൾസം. എന്നാലും എനിക്ക് 3-4 കളറുണ്ട്. ഞാൻ അതിൽ നിന്നൊക്കെ കമ്പ് അതിൻ്റെ ആ കട്ടിങ് എടുത്ത് വെള്ളത്തിലിട്ട് വേര് പിടിപ്പിച്ച് കുറേ നട്ടിട്ടുണ്ട്. അപ്പം പൂവൊക്കെ ആയി. 2 വെള്ളയുണ്ട്. അപ്പോൾ അത് രണ്ടും പൂക്കുന്നുണ്ട്. ബാക്കി 2-3 കളറുണ്ട്, അത് ഇതുവരെയും പൂത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ കമ്പ് കട്ടിങ് എടുത്ത് മാറ്റി നട്ട് വച്ചിട്ടുണ്ട്. അതൊക്കെ പൂക്കുമ്പോൾ നമുക്ക് കാണാം. എൻ്റെ ഈ കൊച്ചു വീഡിയോ, അതെൻ്റെ ഈ കൊച്ചു സുന്ദരികളെയൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തന്നെ. നമുക്ക് അടുത്ത വീഡിയോ കാണാം.